ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വാരത്തിലെ ദൈവവചന ധ്യാനത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന് 8-ാമത്തെ വാക്യം വളരെ സുപരിചിതമായിട്ടുള്ളതായ ഒരു വാക്യമാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോടും കൂട്ടരോടും പറഞ്ഞ ഒരു കാര്യം, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. അതുകൊണ്ട് നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ ഈ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ നമുക്ക് 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും ദൈവസഭ ഉടലെടുക്കുവാനായിട്ട് കാരണമായി തീരുകയും ചെയ്തു. എന്നാൽ ആ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നതിന് മുൻപായി കർത്താവ് അവരോട് വളരെ വ്യക്തമായി പറയുന്ന ഒരു വാക്യമാണ് 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ആദ്യമായിട്ട് പറയുകയാണ്, നിങ്ങൾക്കൊരു ശക്തി ലഭിക്കുവാനിടയായിത്തീരും. ആ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന നിങ്ങളുടേതല്ലാത്തതായ ഒരു ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്കത് തിരിച്ചറിയുവാൻ സാധിക്കും. ഇതെന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന് തിരിച്ചറിയത്തക്ക രീതിയിലുള്ളതായ ഒരു വ്യത്യാസം, ഒരു ആത്മപകർച്ച നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നതായ സ്വാഭാവികമായും നിങ്ങളിൽ ഉണ്ടാകേണ്ടതായ ചില കാര്യങ്ങൾ കർത്താവ് അവരോട് പറയുകയാണ്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണെങ്കിൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നുള്ളതും ഒരു വാസ്തവമായ കാര്യമാണ്. ആദ്യം പറഞ്ഞ കാര്യം വാസ്തവമായിരിക്കെ രണ്ടാമത് പറഞ്ഞ കാര്യം ഒരു ഓപ്ഷണലായിട്ട്, അല്ലെങ്കിൽ എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ നടക്കണം എന്നുള്ള അർത്ഥത്തിലല്ല അതിനെ അവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ അമാനുഷികമായ ശക്തി, നിങ്ങളുടേതല്ലാത്ത ശക്തി, നിങ്ങൾ സാക്ഷികളാകുവാൻ വേണ്ടി ദൈവം നിങ്ങളുടെ മേൽ അയക്കുന്നതായ ശക്തിയാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വരുമ്പോൾ അവിടെ വ്യക്തമായി നടക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യത്തിലൂടെ ഞാൻ ഒന്ന് എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ദൗത്യ നിർവഹണത്തിന് വേണ്ടി നിങ്ങളെ സജ്ജമാക്കുന്നതായ ഒരു ശക്തിയാണ്. നമുക്കറിയാവുന്നതായ കാര്യമാണ്. ദൗത്യ നിർവഹണത്തിന് വേണ്ടി എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കുന്നവരായി തീരും, അല്ലെങ്കിൽ പാട്ടുപാടുന്നവരായി തീരും എന്നുള്ളതിനേക്കാൾ അതൊന്നുമല്ല അവിടുത്തെ പ്രാധാന്യമായ കാര്യം. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞാൽ ഞാൻ പിതാവിനോട് ചോദിച്ച് നിങ്ങൾക്ക് വാങ്ങിത്തന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ എൻ്റെ സാക്ഷികളാകുവാൻ സജ്ജരാക്കുകയാണ്. ക്രൈസ്തവം, ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവുമായുള്ള ഒരു ആത്മബന്ധം, ക്രിസ്തു എനിക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയുടെ സാക്ഷികളായി മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സജ്ജരാക്കുകയാണ്. അപ്പോൾ ദൗത്യ നിർവഹണത്തിനു വേണ്ടിയുള്ള ഒരു ആത്മപകർച്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ സ്വാഭാവികമായും നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് ദൗത്യ നിർവഹണമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്, ഈ ആത്മപകർച്ച, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മീകമായ പോരാട്ടത്തിനു വേണ്ടിയുള്ളതായ ഒരു ഒരുക്കമാണ്. കാരണം ശമരിയിലും യെരൂശലേമിലും യഹൂദിയിലും ഒക്കെ സാക്ഷികളാകുമ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതായ വ്യത്യസ്തമായ ചലഞ്ചുകൾ, വ്യത്യസ്തമായ കാര്യങ്ങൾ, വ്യത്യസ്തമായ പോരാട്ടങ്ങൾ, വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ഒക്കെ പോരാട്ടങ്ങളിൽ നിങ്ങൾ പതറിപ്പോകാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ സജ്ജരാക്കുന്നതായ ഒരു ആത്മശക്തി. അപ്പോൾ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ആത്മീക പോരാട്ടത്തിൽ നിങ്ങളെ സജ്ജമാക്കുന്നതായ ആത്മീകമായ ശക്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ
യെരൂശലേമിൽ വെച്ചും നിങ്ങൾക്കുണ്ടാകുന്ന പോരാട്ടമല്ലായിരിക്കാം യഹൂദിയിൽ ഉണ്ടാകുന്നത്. യഹൂദിയിൽ വെച്ചുണ്ടായ പോരാട്ടമല്ലായിരിക്കാം നിങ്ങൾക്ക് ശമരിയിൽ ഉണ്ടാകുന്നത്. അതല്ലായിരിക്കാം ഭൂമിയുടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ. ഏതുമായിക്കൊള്ളട്ടെ, എല്ലാ പോരാട്ടങ്ങളിലും നിങ്ങൾ ശക്തിയോടെ നിർത്തുവാൻ കഴിവുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകും. മൂന്നാമതായിട്ട് നമ്മൾ കാണേണ്ട കാര്യം, ദൗത്യ നിർവഹണത്തിന് വേണ്ടിയുള്ളതായ ശക്തി, ആത്മീക പോരാട്ടത്തിന് വേണ്ടി നമ്മെ സജ്ജമാക്കുന്ന ശക്തി. മൂന്നാമതായിട്ട്, ഒരിക്കലും അടങ്ങാനാകാത്തതായ ഒരു ആത്മഭാരം നമ്മളിൽ ഉളവാക്കുന്നതായ ശക്തി. എന്തുകൊണ്ടാണ് ഞാനത് പറയുവാൻ കാരണം, ഇവിടെ ഈ വാക്യം വായിക്കുമ്പോൾ യെരൂശലേമിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എൻ്റെ ദൗത്യ നിർവഹണം. പിന്നെ യഹൂദിയിലേക്ക് പോകുവാനുള്ളതായ ഒരു ആകാംക്ഷ, യഹൂദ കഴിയുമ്പോൾ ശമരിയിലേക്ക് പോകുവാനുള്ളതായ ഒരു ആകാംക്ഷ, ശമരി കഴിയുമ്പോൾ ഭൂമിയുടെ അറ്റത്തോളം പോകുവാനുള്ളതായ ഒരു ആകാംക്ഷ. ആ അടങ്ങാത്ത ദാഹം നമ്മളിലേക്ക് ഉളവാക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമാണ്. ആ ഗ്ലോബൽ വിഷൻ, ദൗത്യ നിർവഹണത്തിന്റെ ആ ഗ്ലോബൽ വിഷൻ, ദൈവത്തിന്റെ മനസ്സിലുള്ളത് നമ്മളിലേക്ക് പകർന്നു തരുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം യഹൂദിയിൽ നിൽക്കുകയില്ല. അത് കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകുവാനുള്ള, അല്ലെങ്കിൽ അടുത്ത വ്യക്തിയോട് പറയുവാനുള്ള, അല്ലെങ്കിൽ അടുത്ത ദൈവികമായ കാര്യങ്ങൾ ഇടപെടുവാനുള്ളതായ ആകാംക്ഷ നമ്മളിൽ ഉണ്ടാകുവാനിടയായിത്തീരും. അപ്പോൾ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയുള്ള ശക്തി. രണ്ടാമതായി, ആത്മീക പോരാട്ടത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മീകമായ പോരാട്ടങ്ങളിൽ നമ്മൾ പതറിപ്പോകാതെ മുന്നോട്ട് പോകുവാനുള്ള ശക്തി. മൂന്നാമതായി, ഒരിക്കലും അടങ്ങാനാകാത്ത അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് വേണ്ടി, യഹൂദിയിൽ നിൽക്കാതെ ശമരിയിൽ നിൽക്കാതെ ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നത് വരെയും മുന്നോട്ടു പോകുവാൻ ആത്മീക ദാഹം തരുന്നതായ ഒരു ശക്തി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, ഏതറ്റം വരെ പോകുവാനും എൻ്റെ ജീവനെ വിലയേറിയതായിട്ട് ഞാൻ എണ്ണുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ സാക്ഷികൾ എന്ന് പറയുമ്പോൾ രക്തസാക്ഷികളാകത്തക്ക രീതിയിലുള്ള ആ ഒരു ഒരുക്കം കൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലിൽ വരുമ്പോൾ, വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളിലേക്ക് വന്ന ശക്തി നമ്മൾ നമ്മുടേതായ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച് ശക്തിപ്പെട്ട് ബലപ്പെട്ടു പോകുവാൻ മാത്രമല്ല, ദൗത്യ നിർവഹണത്തിന് വേണ്ടിയും ഒരു ആത്മീക പോരാട്ടത്തിന് വേണ്ടിയും ഒരു അടങ്ങാനാവാത്ത ഒരു ആത്മീയ ദാഹത്തിനു വേണ്ടിയും ദൈവം നമ്മിൽ പകർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്. ഈ ഒരു ശക്തി നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ അന്ത്യകാലഘട്ടങ്ങളിൽ അവന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി, ഒരു ആത്മീക പോരാട്ടത്തിന് വേണ്ടി, ഒരു അടങ്ങാനാവാത്ത ദാഹത്തിന് വേണ്ടി നമ്മെ സജ്ജരാക്കുന്നതിനാൽ അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.